ഏറെക്കുറെ സുരക്ഷിതമായ ഒരു ടെക്നോളജി തന്നെയാണ് ഫാസ്ടാഗ്. ഇനി നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് ഫാസ്ടാഗുകൾ പല ബിസിനസ് രംഗത്തും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ടോൾ പ്ലാസകളിൽ ടോൾ പിരിവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള രംഗങ്ങളിൽ അത് വ്യാപകമായിട്ടില്ല. ഭാവിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റമാണ് RFID. എന്നാൽ RFID നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കാറിന്റെ ഒക്കെ കീ ഏകദേശം 2008 ശേഷം ഇറങ്ങിയ കാറുകളുടെ ഒക്കെ കീ RFID ചിപ്പുള്ള കീ ആണ്. അതിനകത്ത് ചിപ്പുള്ളത് കൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ അടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അധികം പേർക്കും RFID ആണെന്നോ അതൊരു ഫാസ്ടാഗിനെ പോലുള്ള ടെക്നോളജി ആണെന്നോ അറിയാത്തതാണ് സത്യം. ഇനി ഫാസ്ടാഗ് ഹാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്ടാഗിൽ റീഡ് ചെയ്യാനുള്ള സംവിധാനം മാത്രമല്ല, അത് റൈറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഉള്ളതുകൊണ്ട് സാങ്കേതികമായ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ കാലത്ത് റെയർ ആണെങ്കിലും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഫാസ്ടാഗ് ഏതെല്ലാം തരം ഉണ്ട് ഒന്ന് പരിശോധിക്കാം. ഫാസ്ടാഗ് ആക്റ്റീവ്, പാസീവ്, അങ്ങനെ 2 തരം ഫാസ്ടാഗ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് ഇൻബിൽറ്റ് ബാറ്ററി അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് ഉണ്ടായിരിക്കും. പാസീവ് എന്ന് പറയുമ്പോൾ അതിന് പവർ സോഴ്സിന്റെ ആവശ്യമില്ല, അത് മറ്റൊരു ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ആക്റ്റീവ്, പാസീവ് 2 തരം ഫാസ്ടാഗ് ആണെങ്കിലും അതിൽ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, UHF, മൈക്രോവേവ്, അങ്ങനെ പലതരത്തിലുള്ള ഫാസ്ടാഗുകൾ നിലവിലുണ്ട്. അത് ആപ്ലിക്കേഷൻ അനുസരിച്ച് വ്യത്യസ്തമായ ടൈപ്പുള്ള ഫാസ്ടാഗുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഹൈവേകളിൽ ഉപയോഗിക്കുന്ന ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരാണ് ഇതിന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഫാസ്ടാഗുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയാത്തതാണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഒരു ട്രാൻസ്പോണ്ടറും ഒരു റീഡറും, ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസ ആണെങ്കിൽ ടോൾ പ്ലാസകളിൽ റീഡർ ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ളത് ടാഗ്, അതിൽ ഒരു ട്രാൻസ്പോണ്ടർ ആണ് ഉണ്ടാകുക. ആ ട്രാൻസ്പോണ്ടർ അതിലൊരു ഏരിയയിൽ ചെറിയൊരു ആന്റിന, അതിലുള്ള ചിപ്പ് തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ടാഗിൽ ഉണ്ടാവുക. ഈ റീഡറിൽ നിന്ന് ഒരു സിഗ്നൽ, ഒരു RF സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന് ആക്റ്റീവായിട്ടുള്ള അതിന്റെ RF റേഞ്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴാണോ നമ്മുടെ ടാഗ് വരുന്നത് അല്ലെങ്കിൽ RFID ചിപ്പ് വരുന്നത്, ആ സമയത്ത് ഒരു RF എനർജി ആ ആന്റിന വഴി ഉണ്ടാക്കപ്പെടും. ആ ഉണ്ടാക്കപ്പെടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. ഇതൊരു മൾട്ടിമീറ്റർ, ഇതിൽ വോൾട്ടേജ് റീഡ് ചെയ്യാനുള്ള മീറ്ററാണിത്. എന്നാൽ ഇതിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു പവറിന്റെ സോഴ്സ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യുന്നു, ഈ മീറ്റർ റീഡ് ചെയ്യും. എന്നാൽ ഈ സോഴ്സ് നമ്മൾ ഒരു കോണ്ടാക്ട്ലെസ് ആയിട്ട് ഈ മീറ്റർ എങ്ങനെ നമുക്ക് റീഡ് ചെയ്യിക്കാൻ നോക്കി. ഇതൊരു ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഒരു RF ട്രാൻസ്മിറ്റർ RF റേഡിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഞാൻ ഈ മീറ്ററായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? എന്നാൽ ഈ ട്രാൻസ്മിറ്റർ ഞാൻ ട്രിഗർ ചെയ്യുമ്പോൾ ഈ മീറ്റർ റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ RF റേഡിയേഷൻ ഈ മീറ്ററിൽ റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനിവിടെ ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്നാൽ ഇതിൽ നിന്ന് ഒരു RF റേഡിയേഷൻ വരുന്നുണ്ട്, റേഡിയോ ഫ്രീക്വൻസി വരുന്നുണ്ട്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഒരു എനർജിയാണ്. ആ എനർജി അന്തരീക്ഷത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള റേഞ്ചിനുള്ളിൽ ഒരു എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ RFID അല്ലെങ്കിൽ ഫാസ്ടാഗുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ RFID റീഡറിന്റെ ട്രാൻസ്മിഷൻ വരുമ്പോൾ വളരെ ചെറിയൊരു ട്രാൻസ്മിഷൻ, അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള റേഞ്ചിനുള്ളിൽ, ഉദാഹരണമായിട്ട് ടോൾ പ്ലാസ് ആണെങ്കിൽ അല്ല അതോടൊപ്പം ഒരു RFID റീഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന ഫാസ്ടാഗ് അല്ലെങ്കിൽ RFID ചിപ്പ്, ആ ചിപ്പിനുള്ളിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള RIDയും അതിന്റെ ഡാറ്റ ഈ റീഡറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ RFIDയിലുള്ള കോഡ് അല്ലെങ്കിൽ ID ഈ റീഡറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ID റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ എത്തുകയും ആ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കാശ് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ RFID എന്ന സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി RFID ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫാസ്ടാഗ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? നമുക്ക് ഒരുപാട് മാൻ പവർ ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ്. പിന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് വളരെ ഫാസ്റ്റ് ആണ് അതിന്റെ ഓപ്പറേഷൻ. ഒരുപാട് IDകൾ അല്ലെങ്കിൽ ഒരുപാട് ഫാസ്ടാഗുകൾ ഒരേ റീഡറിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വളരെ ഡ്യൂറബിൾ ആണ്, കാലാവസ്ഥകളൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള
സംവിധാനമാണ്, ചിപ്പാണ്, വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് കേടാൻ സാധ്യതയില്ലാത്ത സംവിധാനമാണിത്. പിന്നെ അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് ഇംപ്ലിമെന്റേഷൻ കുറച്ച് ചെലവേറിയതാണ്. സാധാരണ മറ്റിപ്പോൾ ഒരു ബാർകോഡ് റീഡിംഗ് പോലെ അല്ല, കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ചെലവേറിയ സംവിധാനങ്ങളാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് അതിന്റെ ഒരു പോരായ്മ. പറയുകയാണെങ്കിൽ പിന്നെ ഭാവിയിൽ ഈ ഒരു RFID സിസ്റ്റം എന്തായാലും എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ്. ഇൻവെന്ററി മാനേജ്മെന്റ് മുതൽ എല്ലാ ബിസിനസ് രംഗങ്ങളിലേക്കും ഇത്തരം RFIDകൾ അല്ലെങ്കിൽ ടാഗുകൾ വ്യാപിക്കപ്പെടും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു RFID ഉപയോഗിച്ചിട്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡാറ്റ റെക്കോർഡഡ് ആണ്. അത് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു, ഏത് റൂട്ടിൽ പോയി, അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിന്റെ വെരിഫിക്കേഷൻ നടത്താനും മറ്റുമൊക്കെ വളരെ ഈസി ആയിരിക്കും. RFID അല്ലെങ്കിൽ ഫാസ്ടാഗ് എന്ന ഒരു ടെക്നോളജിയെ പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.